നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന SQL സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ ഇരിക്കുമെന്ന് പഠിച്ചു. അപ്പോൾ നിങ്ങൾ ആ സ്ക്രീനിൽ ഒന്ന് നോക്കുക. നമുക്ക് നമ്മുടെ എക്സാമ്പിളായിട്ട് ഉപയോഗിച്ചിരുന്ന സ്റ്റുഡൻറ്റ് ടേബിളിൻ്റെ ഡേറ്റ കൂടെ ഉണ്ട്. രജിസ്റ്റർ നമ്പർ 101 ഉള്ള ഒരാടെയും രജിസ്റ്റർ നമ്പർ 102 ഉള്ള ഒരാടെയും ഡേറ്റയും കൂടെ ആ ടേബിളിനകത്ത് കാണിക്കുന്നുണ്ട്. നമുക്ക് ആ ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇപ്പോൾ ഈ ടേബിളിൻ്റെ കേസ് നിങ്ങളുടെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ് ബ്രാക്കറ്റിൽ രജിസ്റ്റർ നമ്പർ സ്പേസ് ഇൻറ്റിജർ കൊമ നെയിം സ്പേസ് വേരിയബിൾ വാർചാർ ഓഫ് 100 കൊമ DOB സ്പേസ് ഡേറ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇതാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള SQL. ഇത് നമുക്കറിയാം. ഇനി നമ്മൾ പഠിക്കേണ്ട ഈ ഡേറ്റ ഇതിനകത്തേക്കൊന്ന് ഇൻസേർട്ട് ചെയ്യണം. അതിനുവേണ്ടിയുള്ള SQL സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് നമുക്ക് പഠിക്കേണ്ടത്. ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 റോസാണുള്ളത്. 101 വെച്ചുള്ള ഒരു റോയും 102 വെച്ചുള്ള ഒരു റോയും. എങ്ങനെ ഒരു ടേബിളിലേക്ക് ഡേറ്റ ഇൻസേർട്ട് ചെയ്യാം, ഒരു റോ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. ഒരു റോ ഇൻസേർട്ട് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് അതേ സാധനം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് എത്ര റോസ് വേണമെങ്കിലും ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് അന്നേരം ഒരു റോ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. നമുക്ക് ഒരു റോ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ നോക്കാം. കഴിഞ്ഞ ഫ്രെയിമിൽ നമ്മൾ ഒരു റോ ഇൻസേർട്ട് ചെയ്യുന്ന കോമൺ സിൻറ്റാക്സ് പഠിച്ചു. എന്താണ്? ഇൻസേർട്ട് ഇൻടു ടേബിളിൻ്റെ നെയിം സ്പേസ് വാല്യൂസ് ബ്രാക്കറ്റിൽ എത്ര കോളം വാല്യൂസ് ഉണ്ടോ അതെല്ലാം കോമയിട്ട് കൊടുക്കുക. വാർച്ചാറോ ഡേറ്റോ വരുവാണെങ്കിൽ എന്തിൽ കൊടുക്കുക? സിംഗിൾ കോട്ട്സിൽ കൊടുക്കുക. നമ്മളിവിടെ ഈ ഫ്രെയിമിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് റോ, നമ്മൾ ആ സ്ക്രീനിൽ കാണുന്ന ഫസ്റ്റ് റോ ഒന്ന് ഇൻസേർട്ട് ചെയ്യാൻ നോക്കുന്നു. ഫസ്റ്റ് റോ എന്താണ്? രജിസ്റ്റർ നമ്പർ 101, നെയിം അനു, ഡേറ്റ് ഓഫ് ബർത്ത് 2020 -05-13 അതാണ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്. ആ ഒരു റോ നമുക്കെങ്ങനെ നമ്മുടെ ടേബിളിൻ്റെ നെയിം എന്താണ്? സ്റ്റുഡൻറ്റ് ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. നമുക്കതെങ്ങനെയാണെന്നുള്ള സ്ക്രീനിൽ നോക്കാം. ആദ്യം എന്താണ്? ഇൻസേർട്ട് ചെയ്യാനുള്ള SQL ആണ്. അതുകൊണ്ട് ഏത് കീവേഡാണ് ഉപയോഗിക്കേണ്ടത്? ഇൻസേർട്ട് സ്പേസ് ഇൻറ്റു ഏത് ടേബിളിലേക്കാണോ ഇൻസേർട്ട് ചെയ്യേണ്ടത്? സ്റ്റുഡൻറ്റ്. അന്നേരം ഇൻസേർട്ട് ഇൻറ്റു സ്റ്റുഡൻറ്റ്. ഇൻസേർട്ട് ഇൻറ്റു സ്റ്റുഡൻറ്റ്. എംപ്ലോയി ടേബിളിലേക്കായിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ? ഇൻസേർട്ട് ഇൻറ്റു എംപ്ലോയി. ഇൻസേർട്ട് ഇൻറ്റു എംപ്ലോയി. ഇവിടെ സ്റ്റുഡൻറ്റ് ടേബിൾ ആയതുകൊണ്ട് ഇൻസേർട്ട് ഇൻറ്റു സ്റ്റുഡൻറ്റ് സ്പേസ് വാല്യൂസ് ബ്രാക്കറ്റ് ഇൻസേർട്ട് ഇൻറ്റു സ്റ്റുഡൻറ്റ് വാല്യൂസ് ബ്രാക്കറ്റ്. ഇനി എന്ത് കൊടുക്കണം? നമ്മൾ ആ വാല്യൂസ് ഏതൊക്കെയാണ്? 101 അനു 2020 എന്ന് തുടങ്ങുന്ന ആ ഡേറ്റ് ഓഫ് ബർത്ത്. ഇത് എന്ത് ഇനി ഇട്ട് കൊടുക്കണം? എങ്ങനെ? ഇടയ്ക്ക് എന്ത് കൊടുക്കണം? കോമ ഇട്ട് കൊടുക്കണം. വാർച്ചാറും ഡേറ്റും വരുമ്പോൾ എന്ത് കൊടുക്കണം? സിംഗിൾ കോഴ്സിൽ കൊടുക്കണം. അന്നേരം നമുക്ക് ഇൻസേർട്ട് ഇൻറ്റു ടേബിൾ നെയിം സ്റ്റുഡൻറ്റ് വാല്യൂസ് ബ്രാക്കറ്റ് രജിസ്റ്റർ നമ്പർ 101 കോമ അടുത്ത കോളം വാല്യൂ എന്താണ്? അനു വെറുതെ അനു എന്ന് എഴുതിയാൽ മതിയോ? സിംഗിൾ കോഴ്സിൽ അനു എന്ന് കൊടുത്ത് നിങ്ങൾ സ്ക്രീനിൽ നോക്കുക. സിംഗിൾ കോഴ്സിൽ അനു 101 കഴിഞ്ഞ് അനുവിൻ്റെ ഇടയ്ക്ക് എന്തുണ്ട്? ഒരു കോമയുണ്ട്. ആ കോമ അനു എന്ന് എഴുതുമ്പോൾ അതെന്തിൽ കൊടുക്കണം? സിംഗിൾ കോഴ്സിൽ കൊടുക്കണം. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വാർഷാർ ഉള്ള ഒരു വാല്യൂ എവിടെ എഴുതിയാലും നിങ്ങൾ എന്തിലേ കൊടുക്കാറുള്ളൂ? സിംഗിൾ കോഴ്സിലേ കൊടുക്കാറുള്ളൂ. കോമ അടുത്ത കോളം വാല്യൂ 2020 -05-13 അത് ഡേറ്റാണ്. ഡേറ്റ് എന്തിൽ തന്നെ കൊടുക്കണം? സിംഗിൾ കോഴ്സിൽ കൊടുക്കണം. ഡേറ്റും എന്തിൽ കൊടുക്കണം? സിംഗിൾ കോഴ്സിൽ തന്നെ കൊടുക്കണം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇൻസേർട്ട് ഇൻറ്റു സ്റ്റുഡൻറ്റ് വാല്യൂസ് ബ്രാക്കറ്റ് ഫസ്റ്റ് കോളം നെയിം കോളം വാല്യൂ 101 കോമ നെയിം അനു അത് സിംഗിൾ കോഴ്സിൽ കൊടുത്ത് കോമ 2020 -05-13 നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അത് എന്തിൽ കൊടുത്തു? സിംഗിൾ കോഴ്സിൽ കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. നമുക്ക് ഒരു റോ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ നോക്കാം. കഴിഞ്ഞ ഫ്രെയിമിൽ നമ്മൾ ഒരു റോ ഇൻസേർട്ട് ചെയ്യുന്ന കോമൺ സിൻറ്റാക്സ് പഠിച്ചു. എന്താണ്? ഇൻസേർട്ട് ഇൻറ്റു ടേബിളിൻ്റെ നെയിം സ്പേസ് വാല്യൂസ് ബ്രാക്കറ്റിൽ എത്ര കോളം വാല്യൂസ് ഉണ്ടോ അതെല്ലാം കോമയിട്ട് കൊടുക്കുക. വാർച്ചാറോ ഡേറ്റോ വരുവാണെങ്കിൽ എന്തിൽ കൊടുക്കുക? സിംഗിൾ കോഴ്സിൽ കൊടുക്കുക.
നമ്മളിവിടെ ഈ ഫ്രെയിമിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് റോ, നമ്മൾ ആ സ്ക്രീനിൽ കാണുന്ന ഫസ്റ്റ് റോ ഒന്ന് ഇൻസേർട്ട് ചെയ്യാൻ നോക്കുന്നു. ഫസ്റ്റ് റോ എന്താണ്? പേജ് നമ്പർ 101, നെയിം അനു, ഡേറ്റ് ഓഫ് ബർത്ത് 2020 -05-13, അതാണ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്. ആ ഒരു റോ നമുക്കെങ്ങനെ നമ്മുടെ ടേബിളിൻ്റെ നെയിം എന്താണ്, സ്റ്റുഡൻറ്റ് ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. നമുക്കതെങ്ങനെയാണെന്നുള്ള സ്ക്രീനിൽ നോക്കാം. ആദ്യം എന്താണ് ഇൻസേർട്ട് ചെയ്യാനുള്ള എസ്ക്വയറാണ്, അതുകൊണ്ട് ഏത് കീവേഡാണ് ഉപയോഗിക്കേണ്ടത്? ഇൻസേർട്ട് സ്പേസ് ഇൻറ്റു ഏത് ടേബിളിലേക്കാണോ ഇൻസേർട്ട് ചെയ്യേണ്ടത്? സ്റ്റുഡൻറ്റ്. അന്നേരം ഇൻസേർട്ട് ഇൻറ്റു സ്റ്റുഡൻറ്റ്, ഇൻസേർട്ട് ഇൻറ്റു സ്റ്റുഡൻറ്റ്. എംപ്ലോയി ടേബിളിലേക്കായിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ? ഇൻസേർട്ട് ഇൻറ്റു എംപ്ലോയി, ഇൻസേർട്ട് ഇൻറ്റു എംപ്ലോയി. ഇവിടെ സ്റ്റുഡൻറ്റ് ടേബിൾ ആയതുകൊണ്ട് ഇൻസേർട്ട് ഇൻറ്റു സ്റ്റുഡൻറ്റ്. സ്പേസ് വാല്യൂസ് ബ്രാക്കറ്റ്, ഇൻസേർട്ട് ഇൻറ്റു സ്റ്റുഡൻറ്റ് വാല്യൂസ് ബ്രാക്കറ്റ്. ഇനി എന്ത് കൊടുക്കണം? നമ്മൾ ആ വാല്യൂസ് ഏതൊക്കെയാണ്? 101 അനു 2020 എന്ന് തുടങ്ങുന്ന ആ ഡേറ്റ് ഓഫ് ബർത്ത്. ഇത് എന്ത് ഇനി ഇട്ട് കൊടുക്കണം? എങ്ങനെ? ഇടയ്ക്ക് എന്ത് കൊടുക്കണം? കോമ ഇട്ട് കൊടുക്കണം. വാർച്ചാറും ഡേറ്റും വരുമ്പോൾ എന്ത് കൊടുക്കണം? സിംഗിൾ കോഴ്സിൽ കൊടുക്കണം. അന്നേരം നമുക്ക് ഇൻസേർട്ട് ഇൻറ്റു ടേബിൾ നെയിം സ്റ്റുഡൻറ്റ് വാല്യൂസ് ബ്രാക്കറ്റ്, രജിസ്റ്റർ നമ്പർ 101, കോമ അടുത്ത കോളം വാല്യൂ എന്താണ്? അനു. വെറുതെ അനു എന്ന് എഴുതിയാൽ മതിയോ? സിംഗിൾ കോഴ്സിൽ അനു എന്ന് കൊടുത്ത് നിങ്ങൾ സ്ക്രീനിൽ നോക്കുക. സിംഗിൾ കോഴ്സിൽ അനു 101 കഴിഞ്ഞ് അനുവിൻ്റെ ഇടയ്ക്ക് എന്തുണ്ട്? ഒരു കോമയുണ്ട്. ആ കോമ അനു എന്ന് എഴുതുമ്പോൾ അതെന്തിൽ കൊടുക്കണം? സിംഗിൾ കോഴ്സിൽ കൊടുക്കണം. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വാർഷാർ ഉള്ള ഒരു വാല്യൂ എവിടെ എഴുതിയാലും നിങ്ങൾ എന്തിലേ കൊടുക്കാറുള്ളൂ? സിംഗിൾ കോഴ്സിൽ കൊടുക്കാറുള്ളൂ. കോമ അടുത്ത കോളം വാല്യൂ 2020-05-13, അത് ഡേറ്റാണ്. ഡേറ്റ് എന്തിൽ തന്നെ കൊടുക്കണം? സിംഗിൾ കോഴ്സിൽ കൊടുക്കണം. ഡേറ്റും എന്തിൽ കൊടുക്കണം? സിംഗിൾ കോഴ്സിൽ തന്നെ കൊടുക്കണം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇൻസേർട്ട് ഇൻറ്റു സ്റ്റുഡൻറ്റ് വാല്യൂസ് ബ്രാക്കറ്റ്, ഫസ്റ്റ് കോളം നെയിം, കോളം വാല്യൂ 101, കോമ നെയിം അനു, അത് സിംഗിൾ കോഴ്സിൽ കൊടുത്ത് കോമ 2020-05-13 നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അത് എന്തിൽ കൊടുത്തു? സിംഗിൾ കോഴ്സിൽ കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അന്നേരം ഇൻസേർട്ട് കുറി വളരെ എളുപ്പമാണ്. എന്താണ് ഇൻസേർട്ട് ഇൻറ്റു ഏത് ടേബിളാണോ ആ ടേബിൾ നെയിം. ഇൻസേർട്ട് ഇൻറ്റു സ്റ്റുഡൻറ്റ് ടേബിളാണെങ്കിൽ ഇൻസേർട്ട് ഇൻറ്റു സ്റ്റുഡൻറ്റ് സ്പേസ് വാല്യൂസ് ബ്രാക്കറ്റ്, ഏതാണോ വാല്യൂ ഇൻസേർട്ട് ചെയ്യേണ്ടത് അതെന്തിൽ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം? കോമയിട്ട് സെപ്പറേറ്റ് ചെയ്യണം. അതിനകത്ത് വാർഷാറോ ഡേറ്റ് ഓഫ് ബർത്തോ ഡേറ്റോ വരുവാണെങ്കിൽ അതെന്തിൽ കൊടുക്കണം? സിംഗിൾ കോഴ്സിൽ കൊടുക്കണം. അവസാനം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. നമുക്ക് അടുത്തൊരു ടേബിൾ നോക്കാം. ടേബിളിൻ്റെ നെയിം ബോണസ്, വർക്കേഴ്സിന് ഉള്ള ബോണസിൻ്റെ ഒരു ടേബിൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. ആദ്യത്തെ ഫീൽഡ് വർക്കർ റെഫറൻസ് ഐ ഡി, അതായത് വർക്കറിൻ്റെ ഐ ഡി, അത് 1, 2, 3, 4 എന്ന് കൊടുക്കുന്നു. ബോണസ് ഡേറ്റ്, ഏത് ഡേറ്റിലാണ് ബോണസ് കൊടുക്കുന്നത്. ബോണസ് എമൗണ്ട്, 3 ഫീൽഡാണുള്ളത്. നിങ്ങൾ പലരും അയച്ചു തന്ന വീഡിയോ അസൈൻമെൻറ്റിനകത്ത് ഇപ്പം വർക്കർ റെഫറൻസ് ഐ ഡി അത് സ്പേസ് ഇട്ട് കൊടുക്കുക. ഒരു കോളം നെയിം സ്പേസ് ഇട്ട് കൊടുക്കാൻ പാടില്ല. കൊടുക്കാൻ പറ്റാതെ ഒരു പ്രത്യേക സിമ്പിളിനകത്തേ കൊടുക്കാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ എഴുതുമ്പോൾ ഒരിക്കലും സ്പേസ് ജോയിനിങ് സ്പേസ് ഡേറ്റ് എന്ന് കൊടുക്കരുത്. ഒന്നെങ്കിൽ ജോയിനിങ് -ഡേറ്റ് എന്ന് കൊടുക്കുക. അത് വേറെ രീതിയിൽ സ്പേസ് ഇട്ട് കൊടുക്കാം. നിങ്ങൾ അതിപ്പം പഠിക്കണ്ട. ഇപ്പം നിങ്ങൾ ജോയിനിങ് ഡേറ്റ് എന്ന് പറഞ്ഞ ഒരു കോളം നെയിം വരുവാണെങ്കിൽ, അതായത് 2 വേർഡ് ചേർത്ത് ഒരു കോളം നെയിം വരുവാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു സ്പെഷ്യൽ ലെറ്റർ അണ്ടർസ്കോർ ഇട്ട് അങ്ങ് യൂസ് ചെയ്യുക. ഒരിക്കലും സ്പേസ് കോളം നെയിമിനകത്ത് ഇപ്പോഴത്തെ കേസ് നിങ്ങൾ യൂസ് ചെയ്യരുത്. നമുക്കത് പിന്നെ പഠിക്കാം. അന്നേരം വർക്കർ റെഫറൻസ് ഐ ഡി എന്ന് വരുവാണെങ്കിൽ വർക്കർ _reference_id അങ്ങനെ കൊടുക്കുക. അല്ല വർക്കർ സ്പേസ് റെഫറൻസ് സ്പേസ് ഐ ഡി എന്ന് കൊടുക്കരുത്. അതുകൊണ്ട് കോളം നെയിം എപ്പോഴും നിങ്ങൾ സ്പേസ് ഇല്ലാതെ കൊടുക്കുക. ബോണസ് സ്പേസ് ഡേറ്റ് എന്ന് കൊടുക്കരുത്. ബോണസ്_ഡേറ്റ് കൊടുക്കുക. ഈ 3 കോളത്തിനകത്ത് ബോണസ്_ഡേറ്റ് മാത്രമേ ഡേറ്റ് ടൈപ്പ് ഉള്ളൂ. നമുക്ക് ഇത്രയും ഡാറ്റ ഇൻസേർട്ട് ചെയ്യണം. അതിനകത്ത് ഫസ്റ്റ് റോ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ SQL ക്വറി എഴുതി നോക്കുന്നത്. ഇൻസേർട്ട് ഇൻറ്റു
ടേബിൾ നെയിം ബോണസ് ആണ്, അതുകൊണ്ട് ഇൻസേർട്ട് ഇൻറ്റു ബോണസ് സ്പേസ് വാല്യൂസ് ബ്രാക്കറ്റ്. നമ്മുടെ റോയുടെ ID എന്ന് പറയുന്നത് 1 ആണ്. 1 കോമ ബോണസ് ഡേറ്റ് 2016 സ്റ്റാർട്ട് ചെയ്യുന്ന വാല്യൂ ആണ്. അന്നേരം 1 കോമ ബോണസ് ഡേറ്റ് ആണ്, അതുകൊണ്ട് എന്തിൽ കൊടുക്കണം? സിംഗിൾ കോഴ്സിൽ കൊടുക്കണം. സിംഗിൾ കോഴ്സിൽ 2016-02-20 സിംഗിൾ കോഴ്സ് സ്ട്രിങ് ക്ലോസ് ചെയ്യുന്നു. കോമ ബോണസ് എമൗണ്ട് 5000 ആണ്, അന്നേരം അതുകൊണ്ട് 5000. പിന്നെ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ഒന്നും കൂടെ പറയാം. ഇൻസേർട്ട് ഇൻറ്റു ടേബിൾ നെയിം ബോണസ്, ഇൻസേർട്ട് ഇൻറ്റു ബോണസ് സ്പേസ് വാല്യൂസ് ബ്രാക്കറ്റ് 1 കോമ സിംഗിൾ കോഴ്സ് 2016-02-20 സിംഗിൾ കോഴ്സ് ക്ലോസ് ചെയ്തു, കോമ 5000 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു.